കലോത്സവ നഗരിയുടെ പ്രധാന കവാടത്തിൽ തന്നെ ചില ഏടാകൂടങ്ങളുമായി ഒരാൾ വന്നിരിപ്പുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏടാകൂടങ്ങളുമായി മൽപ്പിടുത്തമാണ്. കലോത്സവ നഗരിയിൽ നിന്നും അഖില രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിന്റെ പേരും ഏടാകൂടം തന്നെയാണ്. കലോത്സവ നഗരിയിൽ ഇത്തിരി ഏടാകൂടങ്ങളുമായി ഒരാൾ വന്നിട്ടുണ്ട്. കയ്യിൽ ചില തട്ടുപൊളിപ്പൻ വിദ്യകളുമുണ്ട്. ഇതിനെയാണ് നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടത്. പക്ഷേ ഈ രണ്ട് മണികളും ഇതും കിടക്കുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും? ഇത് 24 പീസാണ്. ഒരു ലോക്കാണ് അതിനുള്ളത്. ഒരൊറ്റ ലോക്കിലാണ് 24 പീസിനെ സെറ്റ് ചെയ്ത് വെച്ചത്. അതടിച്ച് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കണ്ടു നിന്നവരും പരീക്ഷിച്ച് നോക്കാൻ വന്നവരും എമ്പാടുമുണ്ട്. അതിൽ കുട്ടികൾ മുതൽ അമ്മമാർ വരെയുണ്ട്. പണിപ്പെട്ട് നോക്കിയിട്ടും ഏടാകൂടത്തിന്റെ വിദ്യ പിടികിട്ടിയില്ല ആർക്കും. എങ്ങനെ പിടികിട്ടാനാ? ഉണ്ണിച്ചേട്ടൻ ഈ പണി തുടങ്ങിയിട്ട് കാലം ഇത്തിരിയായി. മീനിന്റെ ഷേപ്പാണ്. ഈ രണ്ട് വശത്തും ഇതുപോലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ മീനിനെയാണ് നമുക്ക് പുറത്തിറക്കുന്നത്. ഇത് ഇതിനകത്തൂടെ കിടക്കില്ല, ഇത് ഇതിനകത്തൂടെ കിടക്കുകയും ചെയ്യും. പക്ഷെ ഇത് രണ്ടും കിടക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഏടാകൂടം ഉണ്ടാക്കാൻ തുടങ്ങിയൊരു 20 വർഷത്തിൻ്റെ അടുത്തായിരിക്കും. തുടങ്ങാൻ കാരണം മരപ്പണി കമ്മിയായി വരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ മരത്തിൻ്റെ പസിലുകൾ ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ പല തരത്തിലുള്ള ഏടാകൂടങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കസേരയിൽ നിരത്തിയത് കൂടാതെ ഏടാകൂടങ്ങൾ പിന്നെയും കാണിച്ചു ഉണ്ണിച്ചേട്ടൻ. ഈ 3 പീസിൻ്റെ കട്ടിങ് 3 തരമാണ് കണ്ട. അപ്പോൾ ഈ 3 പീസും കട്ട് ചെയ്ത് വരുന്നത് നമുക്കിതൊരു പ്ലസ് പോലെ ആയി തീരുന്നൊരു ഏടാകൂടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഈ പീസിനിടും. കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതേപോലെ നീങ്ങി. എന്നിട്ട് അത് അതിനേക്ക് ഇറക്കിടും. ഇതാണ്ട് ഇപ്പോൾ നമുക്കത് പഴയ മോഡലായി. ഈ കയർ അങ്ങനെ ആ ഏടാകൂടം ഞാൻ പൊളിച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. ഉണ്ണിമാഷിൻ്റെ സഹായത്തോടെ തന്നെ കേട്ടോ ചെയ്തത്. ഇത്തരം ഒരുപാട് ഏടാകൂടങ്ങൾ കൊണ്ടാണ് കലോത്സവ വേദിയിൽ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം അഖില രവീന്ദ്രൻ, ന്യൂസ് മലയാളം.